സങ്കീർത്തനം 23. കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ദാവീദ് പാടിയ ഈ സങ്കീർത്തന വരികൾ, ആദ്യ വരി നമ്മൾ വായിക്കുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇടയൻ ആരെന്നറിയാവുന്ന ദാവീദ് പറഞ്ഞ വാക്യമാണ്, കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദാവീദ് വെറുതെ ഗണിച്ച് പറയുന്നതല്ല, ദാവീദ് ശരിക്കും ജീവിച്ചിട്ട് പറയുന്നതാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന്. കർത്താവ് ഒരു ഇടയനാണെങ്കിൽ ഇടയൻ ആടുകൾക്കൊരു കുറവുണ്ടാക്കില്ല എന്നതുപോലെ ദൈവം തനിക്കും ഒരു കുറവുണ്ടാക്കുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ആ പ്രഭാതത്തിൽ ആടുകൾക്ക് വേണ്ടി ദാവീദ് ചെയ്ത കാര്യം, ദാവീദ് ചെയ്തത് അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന്, അപ്പൻ്റെ ഭവനം എന്ന് പറയുന്നത് പരാധീനതകളുടേതാണ്, ഒരുപാട് സങ്കടങ്ങളുടേതൊക്കെയാണ് അവനെ സംബന്ധിച്ച്. പക്ഷേ അവിടെ നിന്ന് ആടുകളെ കൊണ്ടുവന്ന് അവയെ ഏറ്റവും സമൃദ്ധമായ ഇടങ്ങളിലേക്ക് അവയെ നയിച്ചതിന് ശേഷം നിൽക്കുമ്പോൾ പാടുന്ന പാട്ടാണിത്. താൻ ചെയ്തത് തൻ്റെ ആടുകൾക്ക് ഏറ്റവും സമൃദ്ധി ഉണ്ടാകുന്നിടത്ത് കൊണ്ടുപോവുക, അത് കണ്ടെത്തുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇവരെ പാർപ്പിക്കുക, അവിടെ കൊണ്ട് ചെന്ന് ഈ ആട്ടിൻ കുട്ടികളെ അല്ലെങ്കിൽ ആടുകളെ, ആട്ടിൻ കൂട്ടത്തെ നിർത്തുക എന്നതാണ് അവൻ ആ പ്രഭാതത്തിൽ ചെയ്തത്. താൻ ചെയ്തത് ഇത്രമാത്രമാണെങ്കിൽ, ഇത്രയും അധികമാണെങ്കിൽ, ഇത്രയും ഉദാരമാണെങ്കിൽ, എന്തുമാത്രം ഉദാരമായി സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളോട് പെരുമാറും എന്ന് ദാവീദ് തിരിച്ചറിയുകയാണ്. തൻ്റെ സൃഷ്ടികളോട് പെരുമാറുന്ന ഇടയനായ ദൈവത്തിൻ്റെ ആ വലിപ്പമുള്ള ഹൃദയം അവൻ തിരിച്ചറിയുകയാണ്. ആ ഹൃദയം പേഴ്സണലൈസ് ചെയ്ത് തൻ്റെ ജീവിതത്തിലേക്കും ആ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടായി. താൻ എന്താണോ ആടുകൾക്ക് വേണ്ടി ചെയ്തത്, അത് തൻ്റെ തമ്പുരാൻ കർത്താവ് തനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ദാവീദ് ചിന്തിക്കുന്നു, ദാവീദ് അറിയുന്നു, ദാവീദ് അത് പറയുന്നു, ദാവീദ് അത് തൻ്റെ കിന്നരം മീട്ടി പാടുന്നു. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞാൽ കുറവുണ്ടാവുകയില്ല. അവിടെ നിന്ന് പരിപാലിക്കുന്ന വഴികൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ കരയുകയില്ല, കഷ്ടപ്പാടാണെന്ന് പറയുകയില്ല. കാരണം എന്തുമാത്രം നന്മകളാണ് ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ ഇടയ ഹൃദയമറിയുവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.